السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സയ്യിദ് മുബസ്സിർ തങ്ങൾ, ബഹുമാനനായ SKSFിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നൂറുദ്ദീൻ ഫൈസി, ജില്ലാ SKSFിന്റെ ഭാരവാഹികളായിട്ടുള്ള ബഹുമാനനായ ത്വാഹ യമാനി, ഷാക്കിർ യമാനി, EK അബൂബക്കർ സിദ്ദീഖ്, PT മുഹമ്മദ് ഖാദിയോട്, മറ്റ് മേഖലാ SKSFിന്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നല്ലവരായ സുഹൃത്തുക്കളെ, SKSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വഖഫ് ഭേദഗതി ആരാധനാലയ കയ്യേറ്റം ബുൾഡോസർ രാജി എന്ന ശീർഷകത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിരോധ സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലും പുറത്തുമായി വിവിധങ്ങളായ ഇടങ്ങളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് നല്ല രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ വളരെ മോശമായി ചിത്രീകരിക്കാനും വഖഫിൽ എന്തൊക്കെയോ സംഭവിക്കുന്നത് ഉണ്ട് എന്ന് തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് വഖഫിൽ ഭേദഗതി വരുത്തണം എന്ന് ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളും വഖഫിന്റെ പേരും പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ള വളരെ മോശമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം ഭരണാധികാരികൾ വഖഫിൽ തൊട്ട് കളിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. എന്താണ് വഖഫ് ഭൂമി? വഖഫ് ഭൂമി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾക്ക് അത് കയ്യേറ്റം ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അത് എടുക്കാനോ അല്ലെങ്കിൽ അത് വിൽക്കാനോ അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യാനോ ഒന്നും പറ്റാത്തതാണ് വഖഫ് ഭൂമി എന്ന് പറയുന്നത്. അതൊരാൾ, ഒരു വ്യക്തി ഏതെങ്കിലും ഒരു മതത്തിന്, അത് മുസ്ലിം സമുദായത്തിനാവാം, അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിനാവാം, അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിനാവാം, ഏതെങ്കിലും ഒരു വ്യക്തി അത് വഖഫ് ചെയ്തു കൊടുത്താൽ, അത് പള്ളിക്കൊരു ഭൂമി ഒരാൾ വഖഫ് ചെയ്തു കൊടുത്താൽ അത് വഖഫ് ഭൂമിയാണ്. അത് ആ പള്ളി കമ്മിറ്റിക്ക് അത് വിൽക്കാനോ അല്ലെങ്കിൽ അത് വേറെന്തെങ്കിലും രൂപത്തിൽ കമ്മിറ്റി കൈമാറ്റം ചെയ്യാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രൂപത്തിലേക്ക് അതാക്കാനോ സാധ്യമല്ല. അത് ദൈവത്തിന്റെ ഭൂമിയാണ്, അള്ളാഹുവിന്റെ ഭൂമിയാണ്. ആ രൂപത്തിൽ ആ വഖഫ് ചെയ്ത ഭൂമി അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രൂപത്തിലേക്ക് ഭേദഗതികൾ വരുത്തി അതിനെ മോശമായി ചിത്രീകരിക്കാനോ ആർക്കും അവകാശമില്ല. ആ വഖഫ് ഭൂമിയിലാണ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിൽക്കുന്ന ഈ രാജ്യത്ത് സമുദായത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കാനും ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനും വഖഫിന്റെ പേരും പറഞ്ഞ് ഭേദഗതിയുടെ ഉണ്ടാക്കിയെടുത്ത് ഈ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കാൻ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണവശാലും ഈ പൊതുസമൂഹം അനുവദിച്ചുകൂടാ. ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുന്ന ഈ രാജ്യത്ത് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഈ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒരു കൂട്ടം ആളുകൾ കോടതിയിലേക്ക് മതേതരത്വം ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചു. എന്താണ് മതേതരത്വം? ഈ രാജ്യത്തുള്ള ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒന്നിച്ച് തോളോൽ ചേർന്ന് അവനിക്ക് അവന്റെ ഇഷ്ടാരണം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഭരണഘടനയിൽ കൃത്യമായി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മുസൽമാന് അവൻ ആവശ്യമായ രൂപത്തിൽ അവനിക്ക് പ്രവർത്തിക്കാനും അവന്റെ ദീനീ ദഅവത്ത് നടത്താനും അവന്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി നിർവഹിക്കാനും മറ്റ് പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും അവൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയിൽ അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ
കൃത്യമായി ഇന്ത്യയുടെ ഭരണഘടനയിൽ ഓരോ വിശ്വാസിക്കും അവനക്ക് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യാനുള്ള അവകാശം അവന്റെ ഭരണഘടനയിൽ, ഇന്ത്യയുടെ ഭരണഘടനയിൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഭരണഘടന ദിനമായിരുന്നല്ലോ. എല്ലാ ആളുകളും ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ശബ്ദിച്ച ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഈ രാജ്യത്ത് ഓരോ പൗരനും ജീവിക്കാനുള്ള ജനാധിപത്യപരമായി മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം ഈ ഇന്ത്യയുടെ ഓരോ ജനതക്കുമുണ്ട്. ആ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തിലുള്ള ഓരോ മുസ്ലിമിനും ഹിന്ദുവിനും ക്രൈസ്തവനും വളരെ കൃത്യമായി ജീവിക്കാൻ ഈ രാജ്യത്ത് നിലനിന്ന് പോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനിടയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വിഭാഗതകൾ ഉണ്ടാക്കി ഈ രാജ്യത്തെ മലീമിനിസമാക്കാൻ ഒരു കൂട്ടം ഭരണാധികാരികൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. എന്താണ് അവരുടെ ഉദ്ദേശം? ഈ നാട്ടിലുള്ള നല്ലവണ്ണം ജീവിച്ചു പോകുന്ന മനുഷ്യരെ തമ്മിൽ തെറ്റിക്കലാണ്, വിഭാഗത ഉണ്ടാക്കലാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ യുപിയിൽ എന്താ സംഭവിച്ചത്? 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു മസ്ജിദിന്റെ അവകാശവാദവുമായി ഒരു കൂട്ടം ആളുകൾ വന്നപ്പോ കോടതി സർവേക്ക് പ്രഖ്യാപിച്ചു. സർവേക്ക് പ്രഖ്യാപിച്ചപ്പോ അവിടെയുള്ള ആളുകൾ ജനാധിപത്യപരമായി നല്ല രൂപത്തിൽ അവർ പറഞ്ഞു, ഇവിടെ 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ മസ്ജിദായിരുന്നു. വളരെ മാന്യമായാണ് പറഞ്ഞത്. ജനാധിപത്യ രൂപത്തിൽ അവന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവനിക്ക് പറയാനുള്ള അവകാശങ്ങൾ ഈ രാജ്യത്ത് ഭരണഘടനയിൽ അവകാശങ്ങൾ കൃത്യമായി അവനിക്കുള്ളപ്പോ ആ അവകാശങ്ങൾ ഭരണഘടനയിൽ അവനിക്ക് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അവന്റെ അവകാശം മുൻനിർത്തി അവൻ പറഞ്ഞു, എനിക്ക് ഈ 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ പള്ളി ഇത് പള്ളിയാണ്, മുസ്ലിം പള്ളിയാണ്, ഇതിലേക്ക് നിങ്ങൾ വേറൊന്നും നിങ്ങൾ കൊണ്ടുകൊട്ടുവരെ എന്നവരോട് പറഞ്ഞപ്പോ അത് കേൾക്കാതെ അവിടെ വന്ന് സർവേ നടത്താൻ വേണ്ടി നോക്കി. സർവേ നടത്താൻ വേണ്ടി നോക്കിയപ്പോ മാന്യമായി ജനാധിപത്യപരമായി അവിടെയുള്ള ആളുകൾ അത് തടഞ്ഞു. അങ്ങനെ അവർ അവിടുന്ന് പോയി സർവേ നിർത്തിവെക്കാൻ അവരോട് പറഞ്ഞു. സർവേ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടും പിന്നീട് വേറൊരു ദിവസം സർവേ നടത്താൻ വേണ്ടി വന്നു. അതേപോലെ അവിടെയുള്ള ജനങ്ങൾ മാന്യമായി അവിടെ സമരം ചെയ്തു, ജനാധിപത്യ രൂപത്തിൽ സമരം ചെയ്തു. സമരം ചെയ്തപ്പോ 4 ആളുകളെ അവിടെയുള്ള പോലീസ് വെടിവെച്ചു കൊന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചു പോകുന്ന ഈ രാജ്യത്ത് എന്തിനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ നെഞ്ചിന്റെ അകത്തലങ്ങളിലേക്ക് വെടിവെച്ചത്? അവർക്ക് വെടിവെക്കണമെങ്കിൽ അവർക്ക് കാലിന്റെ ചുവട്ടിൽ വെടിവെച്ചാ പോരെ. എന്തിനാണ് അവിടെയുള്ള യുപി പോലീസ് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളുടെ ദേഹത്തേക്ക് നെഞ്ചിൻ കുട്ടിലേക്ക് വെടിവെച്ചത്? എന്തിനാണ് അത്? ഈ ഇന്ത്യയുടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഇവിടെയുള്ള ജനാധിപത്യത്തിനും മതേതരത്വത്തിനും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും എതിരല്ലേ? എന്തിനാണ് ആ ചെറുപ്പക്കാരെ, ആ മുസ്ലിം സഹോദരങ്ങളുടെ നെഞ്ചിൻകുട്ടിലേക്ക് വെടിവെച്ചത്? കലാപം ഉണ്ടാക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു പള്ളിയുടെ അകത്തലങ്ങളിലേക്ക് കയറി ചെന്ന് ഇത് ഞങ്ങളുടേതാണെന്ന് പറയുമ്പോ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പറയാൻ കഴിയില്ലേ ഇതങ്ങനെയല്ല എന്ന്? സർവേ നടത്താൻ ഉത്തരവിറക്കി അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ വന്ന് കോലാഹലങ്ങൾ ഉണ്ടാക്കുമ്പോ ആളുകളോട് പറയാൻ കഴിയണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാബരി ഒരു ഉദാഹരണമാണ്. ബാബരി ഒരു ഉദാഹരണമാണ്. ബാബരി മസ്ജിദ് നമ്മളിൽ നിന്ന് കയ്യിൽ നിന്ന് പോയപ്പോ, അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ, എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്തപ്പോ ഈ സമുദായം പറഞ്ഞത്, ഈ ജനങ്ങൾ പറഞ്ഞത്, ഇന്ത്യയുടെ രാജ്യത്തുള്ള ഓരോരുത്തരും പറഞ്ഞത്, ഇവിടെ പ്രശ്നം ഉണ്ടാവരുത്, ഇവിടെ കലാപങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. എല്ലാ സ്ഥലത്തും ബാബരി ആവർത്തിക്കുകയാണോ? ഇപ്പൊ അജ്മീർ ദർഗയിലും വന്നു. എന്താ അജ്മീർ ദർഗയിൽ വന്നത്? അവിടെയും പറയാൻ അവകാശവാദവുമായി ഉന്നയിച്ച് എല്ലാ പള്ളിയുടെ മിഹ്റാബിന്റെ അടുത്തും എല്ലാ പള്ളിയിലേക്കും എല്ലാ ഇടങ്ങളിലേക്കും അവകാശവാദവുമായി ഉന്നയിച്ചു വരുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തേ പിന്നോട്ടുള്ള പാരമ്പര്യം മനസ്സിലാക്കാതെ പോകുന്നത്? അവിടെയാണ് ഈ പ്രതിരോധ സംഗമം പ്രസക്തമാകുന്നത്. പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരോട് ഞങ്ങൾക്ക് വളരെ വിനയപൂർവ്വം സൂചിപ്പിക്കാനുള്ളത്, ഈ രാജ്യം നിലനിൽക്കണം, ഈ രാജ്യം നിലനിൽക്കണം. ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും ഒരു മാലയിൽ കോർത്ത മുത്തുകൾ മണികളെ പോലെ അവനിക്ക് കൃത്യമായി ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു ക്രൈസ്തവനാണെന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ അവനിക്ക് ജീവിക്കാൻ അവന്റെ ഇവിടെയുള്ള രാജ്യത്ത് അവനിക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവനിക്ക് ജീവിക്കാനുള്ള അവകാശം ഈ ഇന്ത്യയിൽ ഉണ്ടായിരിക്കെ എന്തിനാണ് വിഭാഗിത പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നത്? ആ വിഭാഗിത പ്രവർത്തനങ്ങൾക്ക് ഈ രാജ്യത്തുള്ള ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ആ
ചേർത്ത് നിർത്തലിന്റെ രൂപത്തിലേക്കാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എവിടെയും വിഭാഗിത പ്രവർത്തനത്തില്ല, ഞങ്ങൾ എവിടെയും വർഗീയ കലാപം ഉണ്ടാക്കാനില്ല, ഞങ്ങളെവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനില്ല. സമാധാനപരമായി ഈ രാജ്യത്ത് ഞങ്ങളുടെ അവകാശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കൃത്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ രാജ്യത്ത് പ്രശ്നം ഉണ്ടാവരുത്, ഈ രാജ്യത്ത് പ്രയാസങ്ങൾ ഉണ്ടാവരുത്. ഈ രാജ്യത്ത് ഓരോ മനുഷ്യനും, ഓരോ മുസ്ലിമിനും, ഓരോ ഹിന്ദുവിനും, ഓരോ ക്രൈസ്തവനും, ജാതിയുള്ളവനും ജാതിയില്ലാത്തവനും, മതമുള്ളവനും മതമില്ലാത്തവനും അവന്റെ സ്വാതന്ത്ര്യം മുറുകെ പിടിച്ചുകൊണ്ട് അവനിക്ക് ജീവിക്കാനുള്ള അവകാശം ഈ ഇന്ത്യയിൽ നിലനിൽക്കുമ്പോ അത് ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ അവനിക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതിന് ഈ ശബ്ദം ശ്രമിക്കുന്ന ഈ നാട്ടിലുള്ള, ഈ രാജ്യത്തുള്ള, ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ SKSF കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിരോധ സംഘം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏറെ ബഹുമാന്യനായ SKSFന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുബസ്സിർ തങ്ങൾ ജമീലലി അവറുകളാണ്. സയ്യിദ് അവറുകളെ ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ബഹുമാനാദരവുകളുടെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട SKSFന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തുലു സാഹിബ്, അതുപോലെ തന്നെ SKSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OPM അഷ്റഫ് സാഹിബ്, അതുപോലെ ബഹുമാന്യനായ ആഷിഖ് കുയിപ്രം, നൂറുദ്ദീൻ ഫൈസി, സാക്കിർ റഹ്മാനി, PT മുഹമ്മദ് ഖാദിയോട്, EK അബൂബക്കർ സിദ്ദീഖ്, സിറാജുദ്ദീൻ ബീവി, മറ്റ് ജില്ലാ ഭാരവാഹികൾ, ബഹുമാന്യനായ നേതാക്കന്മാർ, എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് കൃത്യമായി ജില്ലാ ഭാരവാഹികളെയും മേഖലാ ഭാരവാഹികളെയും മറ്റ് സഹപ്രവർത്തകരെയും ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട താഹയമാനിയെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.